പ്രപഞ്ചം ഒരു ദിവസം അവസാനിക്കും. പക്ഷെ അതെങ്ങനെ? തീയിൽ കത്തിയെരിഞ്ഞോ, മഞ്ഞിൽ തണുത്തുറഞ്ഞാണോ, അല്ലെങ്കിൽ അപ്രതീക്ഷിതമായ ഒരു പൊട്ടിത്തെറിയിലൂടെയോ? ഇന്നത്തെ വീഡിയോയിൽ നാം കാണാൻ പോകുന്നത് സയന്റിസ്റ്റുകൾ പറഞ്ഞിട്ടുള്ള പ്രപഞ്ച അവസാനത്തിന്റെ അടയാളങ്ങളും അതിനെ സപ്പോർട്ട് ചെയ്യുന്ന തിയറികളുമാണ്. ഒരിക്കൽ സയന്റിസ്റ്റുകൾ കരുതിയിരുന്നത് പ്രപഞ്ചം സ്ഥിരമായി നിലനിന്നു പോകുന്നു എന്നാണ്. പക്ഷേ 1929 എഡ്വിൻ ഹബിൾ കണ്ടെത്തി ഗാലക്സികളെല്ലാം നമ്മിൽ നിന്ന് അകലുകയാണെന്ന്. ഇത് തെളിയിക്കുന്നത് പ്രപഞ്ചം നിരന്തരം വിസ്തരിക്കുന്നു, വലുതായിക്കൊണ്ടിരിക്കുന്നു അഥവാ അകന്നുകൊണ്ടിരിക്കുന്നു എന്നാണ്. ഒരു ബലൂൺ ഊതുമ്പോൾ അതിലെ പോയിന്റുകൾ പരസ്പരം അകലുന്നത് പോലെ ഇവിടെ സംഭവിക്കുന്നതാണ് റെഡ് ഷിഫ്റ്റ്. അതായത് നക്ഷത്രങ്ങളോ ഗാലക്സികളോ നമ്മിൽ നിന്ന് അകലുമ്പോൾ വെളിച്ചത്തിന്റെ വേവ് ലെങ്ത് കൂടുകയും അവയുടെ കളർ ചുവപ്പ് നിറത്തിലേക്ക് മാറുകയും ചെയ്യുന്നു. അതായത് പ്രപഞ്ചം വളർന്നുകൊണ്ടിരിക്കുന്നുവെന്ന്. പ്രധാന തിയറീസ് നോക്കാം. ആദ്യമായി നടക്കാൻ സാധ്യതയുള്ളത് ബിഗ് ഫ്രീസ്. യൂണിവേഴ്സ് തുടർച്ചയായി വളർന്നുകൊണ്ടിരിക്കുമ്പോൾ നക്ഷത്രങ്ങൾ ഒന്നൊന്നായി അവരുടെ ഇന്ധനമായ ഹൈഡ്രജനും ഹീലിയവും തീർന്ന് കെട്ടുപോകുന്ന അവസ്ഥയുണ്ടാവും. അങ്ങനെ പുതിയ നക്ഷത്രങ്ങൾ രൂപപ്പെടുന്നതും കുറയും. അവസാനം കോടാനുകോടി വർഷങ്ങൾക്ക് ശേഷം എല്ലായിടവും ഇരുട്ടും തണുപ്പും മാത്രം. ഈ അവസ്ഥയെ ഹീറ്റ് ഡെത്ത് എന്ന് വിളിക്കുന്നു. കാരണം എല്ലായിടത്തും ഊർജം തുല്യമായി പിരിഞ്ഞ് ആരും ഉപയോഗിക്കാൻ ഇല്ലാത്ത അവസ്ഥ. രണ്ടാമത്തെ സാധ്യതയാണ് ബിഗ് ക്രഞ്ച്. ഒരു ഘട്ടത്തിൽ പ്രപഞ്ചത്തിന്റെ വികസനം കുറഞ്ഞില്ലാതായാൽ ഗുരുത്വാകർഷണം മൂലം ഗാലക്സികൾ, നക്ഷത്രങ്ങൾ എല്ലാം തിരിച്ചടിച്ച് ഒറ്റ ബിന്ദുവിലേക്ക് ചുരുങ്ങും. ഇതാണ് ബിഗ് ക്രഞ്ച്. ഇവിടെ പ്രപഞ്ചം മുഴുവനും ഒരു സിംഗുലാരിറ്റി, അതായത് അനന്തമായ ചെറുപ്പവും ഭാരവുമുള്ള ഒരു അവസ്ഥയായി ചുരുങ്ങുമെന്നാണ്. ആ സാഹചര്യത്തിൽ നിന്നും ഒരു പുതിയ ബിഗ് ബാങ് ഉണ്ടായേക്കാമെന്ന് സയന്റിസ്റ്റുകൾ കരുതുന്നു. മൂന്നാമത്തെ സാധ്യതയാണ് ബിഗ് റിപ്പ്. ഇവിടുത്തെ പ്രധാന കഥാപാത്രം ഡാർക്ക് എനർജിയാണ്. നമ്മൾ കാണുന്ന ഗാലക്സികൾ വെറും ഗുരുത്വാകർഷണ ബലം കൊണ്ട് മാത്രം വേർപെടാതെ ഇരിക്കേണ്ടതാണ്. പക്ഷേ നമ്മളുടെ യൂണിവേഴ്സ് അകന്നുകൊണ്ടിരിക്കുകയാണ്. അവ അകലുന്നതിൻ്റെ വേഗവും കൂടിക്കൊണ്ടിരിക്കുന്നു. അതിനർത്ഥം ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനേക്കാൾ വലിയൊരു അദൃശ്യ ശക്തി അവയെ പുറത്തേക്ക് വലിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ്. അതാണ് ഡാർക്ക് എനർജി. ഇത് പ്രപഞ്ചത്തിൻ്റെ 68% ഉണ്ട്. ഭാവിയിൽ പ്രപഞ്ചം വളരെ വേഗത്തിൽ വികസിക്കുകയും സ്വയം പിളർന്ന് തകരുകയും ചെയ്തേക്കാം എന്ന ആശയമാണ് ബിഗ് റിപ്പ്. പ്രപഞ്ചത്തിന്റെ വികാസത്തെ നയിക്കുന്ന ഡാർക്ക് എനർജി കാലക്രമേണ കൂടുതൽ ശക്തമാവുകയും കാര്യങ്ങൾ വേഗത്തിലാക്കുകയും ചെയ്യും. ഗാലക്സികൾ തമ്മിലുള്ള ബന്ധം തകർന്ന് ഒന്ന് മറ്റൊന്നിൽ നിന്ന് അകന്നു പോവുകയും പിന്നീട് ഗാലക്സികളിലെ നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും അവരുടെ ഭ്രമണപഥങ്ങളിൽ നിന്ന് വേർപെടുകയും ചെയ്യും. അവസാന ഘട്ടത്തിൽ ആറ്റങ്ങൾ വരെ പിളർന്ന് ഒന്നും നിലനിൽക്കാത്ത അവസ്ഥയുണ്ടാകും. നാലാമത്തെ സാധ്യതയാണ് വാക്വം ഡിക്കേ. ഇത് മനസ്സിലാക്കാൻ ആദ്യം ഫോൾസ് വാക്വം എന്ന ആശയം അറിയണം. നമ്മുടെ യൂണിവേഴ്സ് ഇപ്പം സ്ഥിരമായ ഒരവസ്ഥയിലാണെന്ന് തോന്നിച്ചാലും അത് ഒരു യഥാർത്ഥ സ്ഥിരാവസ്ഥയല്ല, മറിച്ച് അത് താൽക്കാലികമായി നിലനിൽക്കുന്ന ഒരവസ്ഥ മാത്രമാണ്. ഫോർ എക്സാമ്പിൾ, ഒരു പന്ത് ചെറിയ താഴ്വരയിൽ കുടുങ്ങിക്കിടക്കുന്നതായി കരുതുക. പന്തിപ്പോൾ നിൽക്കുന്നുണ്ടെങ്കിലും അതിന് അടിയിലേക്ക് പോകാൻ കൂടുതൽ ആഴമുള്ള ഒരു താഴ്വര ഉണ്ടെന്നതുപോലെ. ഈ ഫോൾസ് വാക്വം നിലനിർത്തുന്നത് പ്രധാനമായും ഹിഗ്സ് ഫീൽഡ് ആണ്. ഹിഗ്സ് ഫീൽഡ് എന്നത് യൂണിവേഴ്സ് എല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു എനർജി ഫീൽഡാണ്. ഇത് കണങ്ങൾക്ക് ഭാരം നൽകുന്ന അടിസ്ഥാന ഘടകമാണ്. ശാസ്ത്രീയ കണക്കുകൾ പ്രകാരം ഈ ഹിഗ്സ് ഫീൽഡ് ഇപ്പോൾ ഒരു ഫോൾസ് വാക്വം നിലയിൽ കുടുങ്ങിക്കിടക്കുന്നതാവാം. അതിന് ഒരിക്കൽ ഒരു ട്രൂ വാക്വം നിലയിലേക്ക് മാറാൻ കഴിഞ്ഞേക്കാം. യൂണിവേഴ്സിലെ ചെറിയൊരു സ്ഥലത്ത് ഹിഗ്സ് ഫീൽഡ് അപ്രതീക്ഷിതമായി യഥാർത്ഥ സ്ഥിരാവസ്ഥ കണ്ടെത്തുകയാണെങ്കിൽ ആ സ്ഥലം പുതിയ ട്രൂ വാക്വം നിലയിലേക്ക് മാറും. അങ്ങനെ മാറിയ ഭാഗം ഒരു ചെറിയ ബബിൾ പോലെ പെരുമാറും. അതായത് ബബിളിന് അകത്ത് സ്പേസ് ടൈം പുതിയ നിയമങ്ങൾ അനുസരിക്കും, പുറത്തുള്ള സ്പേസ് ടൈം പഴയ ഫോൾസ് വാക്വം നിയമങ്ങൾ പിന്തുടരും. അപ്പോൾ ബബിളിനുള്ളിലും പുറത്തും ഫിസിക്സ് മുഴുവനും വ്യത്യസ്തമായിരിക്കും. ഇത്തരത്തിലുള്ള ഒരു ബബിൾ രൂപപ്പെട്ടാൽ അത് ചെറുതായി നിൽക്കുകയില്ല. ട്രൂ വാക്വം നില ഫോൾസ് വാക്വം നിലയേക്കാൾ എനർജിപരമായി സ്ഥിരമായതുകൊണ്ട് ആ ബബിൾ പരിസരത്തെ വലിച്ചെടുക്കുകയും വെളിച്ചത്തിന്റെ വേഗത്തിൽ എക്സ്പാൻഡ് ചെയ്യുകയും ചെയ്യും. അതിനേക്കാൾ വേഗത്തിൽ ഒന്നും സഞ്ചരിക്കാൻ കഴിയാത്തതിനാൽ ഒന്നിനും അതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കില്ല. അങ്ങനെ ആ ബബിൾ വ്യാപിച്ചു കടന്നു പോയാൽ അവിടെയെല്ലാം ഫിസിക്സിന്റെ നിയമങ്ങൾ മാറിപ്പോകും. പാർട്ടിക്കിൾസിന് പുതിയ ഭാരം, ആറ്റങ്ങൾ നിലനിൽക്കാത്ത സ്ഥിതി,
പ്രകാശത്തിന്റെ സ്വഭാവം പോലും വ്യത്യസ്തമായിരിക്കാം. അതുകൊണ്ട് വാക്വം ഡീകേ എന്നത് യൂണിവേഴ്സിന്റെ ഒരു അപ്രതീക്ഷിതവും പൂർണ്ണമായും നിയന്ത്രിക്കാനാവാത്ത ഒരു അന്ത്യം തന്നെയാണ്. ഇപ്പോഴത്തെ തെളിവുകൾ ആയ ഹബിൾ ടെലിസ്കോപ്പ്, ജെയിംസ് വെബ് ടെലിസ്കോപ്പ് എല്ലാം കാണിക്കുന്നത് പ്രപഞ്ചത്തിന്റെ വികസനം വേഗത്തിലാവുകയാണെന്നാണ്. അതിനർത്ഥം ബിഗ് ഫ്രീസ് അല്ലെങ്കിൽ ബിഗ് റിപ്പ് ആവാനാണ് സാധ്യത. പ്രപഞ്ചം ഒരു ദിവസം അവസാനിക്കും. പക്ഷെ എങ്ങനെയെന്നറിയാൻ നമ്മൾ കാത്തിരിക്കണം. ഓരോ പുതിയ കണ്ടുപിടുത്തങ്ങളും നമ്മെ ഉത്തരത്തിനടുത്തേക്ക് കൊണ്ടുപോകുന്നു.